ഹായ് കൂട്ടുകാരെ, ഷിജോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ശരണ്യക്ക് കൂന്തൽ വേണമെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒന്ന് മേടിക്കാൻ പോവുകയാണ്. കിട്ടുവാന്നറിയാൻ മേല ഒന്ന് ചെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് അഥവാ കിട്ടിയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയാണ്, കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് പറയാൻ പറ്റാത്ത നന്ദി കടപ്പാടും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മേലാതെ കിടന്നപ്പോഴാണെങ്കിലും അല്ലാതെ ഞങ്ങളുടെ വീഡിയോയ്ക്കാണെങ്കിലും ഒത്തിരി സപ്പോർട്ടുണ്ട്. അപ്പം അതിന് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു കടപ്പാടുണ്ട് കേട്ടോ. അപ്പം അതെ, ശരണ്യ ഉദ്ദേശിച്ച കൂന്തൽ ഇവിടെ ഉണ്ട്. പിന്നെ അതെ, അടിപൊളി മന്തി, ഒത്തിരി മീനുണ്ട്. അപ്പം കൂന്തലും മത്തിയും മേടിക്കാൻ പോയിയാണ്. അപ്പൊ കൂട്ടുകാരെ, ശരണ്യ പറഞ്ഞിട്ട് മത്തിയും മേടിച്ചിട്ടുണ്ട്, കൂന്തലും മേടിച്ചിട്ടുണ്ട്. കണ്ട, അപ്പൊ ഇത് കൊടുക്കുമ്പോ ശരണ്യയുടെ സന്തോഷം ഒന്ന് കാണാം കേട്ടാ. ശരണ്യയുടെ സന്തോഷം കാണാം ഇപ്പൊ വിളിക്കുമ്പോ. ശരണ്യ എന്നാ വാ, അവിടെ കിടന്ന് ഒച്ചയെടുക്കാതെ ഇങ്ങോട്ട് വാ. ഇതെന്നാണ്? എന്നാ ഒന്ന് തുറന്ന് നോക്കിക്കേ. ഇത് പിടിച്ചേ മൊത്തത്തി. ഒന്ന് തുറന്ന് നോക്കിക്കേ. എന്താ മത്തി കാണിച്ചേ? നല്ല അടിപൊളി മത്തി. പിന്നെ അടുത്ത കാണിച്ചേ. കോവക്കായ എന്ത്? അതല്ല, വേറെ തുറക്ക്. ആഹാ, ഒന്ന് പൊക്കി കാണിച്ച്. ഇഷ്ടപ്പെട്ട? എന്നാലും കുഴപ്പമില്ലെന്നാ. അതെന്നാ പറ്റി? ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് മേടിച്ചോണ്ട് വന്ന, എന്നിട്ട് പറഞ്ഞു കേട്ടോ. ആണാ? അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ല? എന്റെ ദൈവമേ, ഞാൻ ശരണ്യയുടെ സന്തോഷം കാണാന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ എടുത്തത്. എന്റെ ദൈവമേ, അപ്പൊ കഷ്ടപ്പെട്ട ഞാൻ വെറുതെ ആയിപ്പോയി. ഞാൻ ശശിയായിപ്പോയല്ല. ഞങ്ങള് പോയി മേടിക്കത്തില്ലായിരുന്നു. ശരി. കവറിൽ അതെന്താണെന്ന, കവറിൽ കണ്ടപ്പോ ശരണിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ട കുറച്ചേ മേടിച്ചുള്ളൂ. പിന്നെ അതെ, നമ്മുടെ മത്തിക്കുട്ട അടിപൊളിയാണ് കേട്ടാ. വിശക് മത്തിയാണ്. അതെ, അപ്പൊ അത് കാരണം മത്തിക്കറി നമ്മൾ വെക്കണ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഇട്ടത്. അതുകൊണ്ട് മത്തിയുടെ വീഡിയോ ഇടുന്നില്ല അല്ലേ. അപ്പൊ അതെ, അതെ അതെ, അച്ഛനെ വിളിച്ചു കാണിക്കണ്ടേ? ഒന്ന് വിളിച്ചു നോക്കിക്കേ. എന്തോ കേക്കുന്നില്ല, ഒന്നും കൂടെ വിളിച്ച് നോക്കാം. അച്ഛൻ കേട്ടു. എനിക്ക് തന്നെ ചിരി വന്നിട്ട് വേണം. അച്ചോ അച്ചോ, എനിക്ക് കൂന്തലിനേലും ഇഷ്ടപ്പെട്ട എന്നാണെന്നറിയാം, നമ്മുടെ ഈ മത്തി. അടുത്താളും എത്തിയേ, ചിരിച്ചണ്ടക്ക. സൂപ്പർ മത്തിയാണമ്മ. അമ്മക്ക് ഇഷ്ടപ്പെട്ട്. എല്ലാവർക്കും കൂന്തലല്ലേ ഇഷ്ടപ്പെട്ട, മത്തിയാണ് ഇഷ്ടപ്പെട്ട. അതെ, കൂന്തൽ എങ്ങനെയാ വെട്ടണത് കാണിച്ചു. അതെ, അച്ഛൻ മണ്ണുണ്ടമ്മ.
ശരണ്യ ശരണ എന്താണ് ശരണ കൂന്തൽ പഠിക്കാം കൂന്തൽ മേടിച്ചു. ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ കൂന്തൽ എവിടെ ഉണ്ടെങ്കിലും മേടിക്കും. അപ്പൊ ഞാൻ പോയില്ലെങ്കിൽ ഷിജു പോയി കൂന്തൽ മേടിച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ പോകാതിരിക്കായിരുന്നു, പോകേണ്ടി വന്നില്ല. പറഞ്ഞ ഒരു രാത്രി കഴിഞ്ഞപ്പോ തന്നെ കൂന്തൽ എത്തി അല്ലേ? നല്ല കാര്യം. അത് ഇപ്പൊ ശരണയുടെ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയല്ലേ? അതെ. എങ്ങനെയുണ്ടാച്ചാ അത് ഇഷ്ടപ്പെട്ട? പക്ഷെ മത്തിയാണ് നമുക്ക് എല്ലാവർക്കും അത് കൊള്ളാനുള്ള മത്തി. പേശക് മത്തിയാ. കൂന്തലായിട്ടാണ് ശ്രദ്ധിച്ചിരുന്നത്. കൊള്ളാം കേട്ടോ. പച്ച ഇപ്പൊ നല്ല പിടിച്ച് എടുത്ത പോലെ അടിപൊളി മത്തിയാ. പിടിച്ചെടുത്ത പോലെ. അതെ അതെ തേളം കൊണ്ടുണ്ട് കേട്ടാ. സ്റ്റീലിന്റെ നിറം. അതെ ഈയിടെ അത്ര നല്ലൊരു മത്തി നമ്മള് കിട്ടിയിട്ടില്ല. നമുക്ക് പണ്ടൊക്കെ നല്ല മത്തി കിട്ടുമായിരുന്നു. ഇപ്പൊ ഈയിടെ കിട്ടുന്ന മത്തി നല്ല മത്തി അതെ അതെ. കാശിന്റെ അല്ലേ വില. അച്ഛൻ ഇത് എവിടെ പോയി? എല്ലാരും വീഡിയോയിൽ ചോദിക്കും. അച്ഛൻ എപ്പോഴും നല്ല തിരക്കാണ്, കണ്ട നല്ല ടിപ്പായിട്ടൊക്കെ നിൽക്കുകയാണ് എന്നൊക്കെ. അച്ഛൻ എപ്പോഴും ടിപ്പായിട്ട് നിൽക്കുമ്പോ ഞങ്ങള് ടിപ്പല്ലെന്നാ പറയാ. അതല്ല, ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരണ്യെ വിളിക്കണത്. അപ്പൊ ഞാനതാ ഇപ്പൊ വരാന്ന് പറഞ്ഞത്. അല്ല സ്ഥലത്തിന്റെ അല്ല, വണ്ടിയുടെ ടയർ ഒന്ന് നോക്കണം എനിക്ക്. അല്ല അത് അല്ല, ഇപ്പൊ വണ്ടിയുടെ ടയർ ഒന്നെങ്കിൽ അത് മാറണം. ചെറിയ തേയ്മാനം നമ്മുടെ ഈക്കോയുടെ ടയറൊന്നും ഫ്രണ്ടിലൊന്നും മാറിയേക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇറങ്ങിയത്. അവര് രണ്ടുപേരും കൂടി അപ്പൊ ആ നേരത്തെ ഇതൊന്ന് ചെയ്യട്ടെ അല്ലേ? അവര് ചെയ്തോട്ടെ, അത് അവരുടെ ജോലിയല്ലേ. അതെ അതെ. എന്റെ ജോലി ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പുറത്തായിട്ട് ഇപ്പൊ ടയർ സാറിനൊക്കെ മാറാൻ പറ്റുവാ? പറ്റത്തില്ല. അല്ലല്ലേ ശരണ്യ അവിടെ വരെ എത്തിയ. ശരണ്യ ആള് പുലിയാ. അത് ശരി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ മാറി നിന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയിട്ടൊക്കെ ഞാൻ ഉടനെ താമസിക്കാതെ വരും കേട്ടോ. അപ്പൊ ഇത് എത്രയും വേഗം ഒന്ന് ചെയ്യുക. ഇരിക്കാണ് ശരണ്യ. അതെന്നാ സാധനമാണ്? ഒന്ന് കാണിച്ച്. തൂവലി ഒന്ന് തിരിച്ചൊക്കെ കാണിച്ചേ. അകത്തുനിന്ന് ഊരിയെടുത്തതാണോ? അത് ഊഴുമ്പോ എന്നോട് പറഞ്ഞാ ഞാനത് വീഡിയോ ചെയ്തേനെ. ഇനിയുണ്ട? നോക്ക്. അമ്മ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. അല്ല അടുത്ത ഇല്ലേ നോക്ക്. അല്ല ഒരെണ്ണേ കാണുള്ളൂ. ഇല്ല അടുത്ത ഇല്ലേട്. ഇത് പൈപ്പിൽ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ അടുത്തത് ശരണ്യ കത്തി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ വെള്ളമൊഴിച്ച് കഴിയണ കാണിച്ചിട്ട് കാര്യമുണ്ടാ? നേരാ കത്തി ഊരിയാണോ? ഓ കത്തി ഊരാൻ പോണ ശരണ്യ. നഖം വേണല്ലേ? ഊരിക്കോ. ഓ എൻ്റെ ദൈവമേ. കണ്ടാ കാണിച്ചാ കത്തി? കൊള്ളാം. അപ്പൊ എന്നിട്ട് ഇനി ഇത് ക്ലീൻ ചെയ്യണം അല്ലേ? ഇത് എങ്ങനെ മറ്റേ ഒരെണ്ണം ക്ലീൻ ചെയ്ത കാണിച്ച് വെളുപ്പിച്ചത് കാണിച്ച ഒരെണ്ണം അതുപോലെ ഇത് ചെയ്യണം അല്ലേ? നമുക്ക് ഇത് ഇവിടെ കണ്ട അതുപോലെ വെളുപ്പിച്ചെടുക്കണം അല്ലേ? അപ്പൊ സണ്ണി എല്ലാം വെളുപ്പിക്കുന്നത് കാണിച്ചു വരുമ്പോ വീഡിയോ ഒത്തിരി വലുതാവും അല്ലേ? കറണ്ടും പോവും. ഓക്കെ ശരണ്യ, എവിടം വരെ നമ്മുടെ കൂന്തല് ക്ലീനിങ് ആണോ? ഭയങ്കര പാടാണ്. ശരണ്യ ഇപ്പൊ എന്തോ ഇങ്ങനെ ഒരു കുറെ അത് ഞാൻ കണ്ടായിരുന്നു വന്നപ്പോ. എന്താ കാണിച്ച? അടിപൊളിയാണ് അല്ലേ? അതതിന്റെ തലയാണ്. എന്താ ഒന്ന് ക്ലീൻ ചെയ്തത് കാണിച്ചു കൊടുത്തേ. ഇതാണല്ലേ? അപ്പൊ അങ്ങനെ അത്ര വിനയപ്പെടുത്തി ശരണ്യ. അപ്പൊ ഇനി ഒരെണ്ണം കൂടിയേ ചെയ്യാനുള്ള. അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ആണല്ലേ? പാടാണല്ലേ? അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിക്കാം അല്ലേ?
ഞാനും അച്ഛനും കൂടി വണ്ടിയുടെ ടയർ മാറാൻ പോയിരിക്കുകയായിരുന്നു. ശരണ്യ എവിടം വരെ ആക്കിയെന്നറിയാം. ഇവിടം വരെ ആയി ശരണ്യ? അത് ഞാൻ വേവിച്ച് വെച്ചത്. ആഹാ. ആ ഞാൻ വേവിച്ച് വെച്ചു. പിന്നെ ആ സമയം അമ്മയെ കൊണ്ട് സവോള അരിപ്പിച്ചു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പ്, തേങ്ങാക്കൊത്ത് എല്ലാ സാധനവും അടുപ്പിച്ച് വെച്ചു. ഓ, എല്ലാ സാധനവും അടുപ്പിച്ച്. നിങ്ങളെ പെട്ടെന്ന് നമുക്ക് വെക്കണ്ടായോ? ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചാ മതി. എണ്ണ ഒഴിച്ചാൽ പിന്നൊരു കാര്യമുണ്ട്, എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല. ഈ സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യോ. എല്ലാ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ. അങ്ങനെ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതാ എന്തോ ഒരു ഹാപ്പിയിലാണല്ലോ ഇന്ന്. ഹാപ്പിയില്ല ഓണാ പോലെ പാപ്പിയുടെ കടുകിട്ട് അങ്ങോട്ട് പൊട്ടട്ടെ. ആ തുണി തന്നെയാണ് അവിടെ കിടക്കണം. തട പിടിക്കുന്നത്. ഇനി എന്നാണ് ഇടാൻ പോണം? ഉണക്കമുളക് 2 കഷ്ണം മതിയാ? ഉണക്കമുളക് 4 കഷ്ണം. ശരണ്യ ഇപ്പൊ ഇച്ചിരി പിശുക്കത്തനം തുടങ്ങിയിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റത്തില്ലേ? ഓ, അങ്ങനെ. സവാള അല്ല, നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം വേണം. നയ്യേ തേങ്ങാക്കൊത്തിട്ട് ഈ കൂടുതൽ ഭയങ്കര പാടാ കേട്ടോ. ആണോ? ഭയങ്കര പാടാണല്ലേ? ഇപ്പൊ ശരണ്യക്ക് കുറെ ദിവസമായിട്ട്, ഒരു 2-3 ദിവസമായിട്ട് പറയുന്നു കൂന്തൽ വേണം. ഇവിടെ ആരോ ഒരു മീൻകാരൻ ഇങ്ങനെ കൂടി കൊണ്ടുവന്നപ്പോൾ തൊട്ട് ശരണ്യ തുടങ്ങിയതാണ് കൂന്തൽ വേണമെന്ന്. അന്ന് മേലാത്ത കൊണ്ട് മേടിച്ചില്ല. ഇന്നാണ് സാധിച്ചതല്ലേ? നേരെ എന്നാ ഉപ്പ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും. തീ കൂട്ടിയ നമുക്ക് ഈ ആഴ്ച തന്നെ നമുക്ക് ഗ്യാസ് കണക്ഷൻ മറ്റേ ഇത് വരുമല്ലേ? അപ്പൊ സിലിണ്ടറിന്റെ ആവശ്യം വേണ്ട. ഓണത്തിന് മുമ്പ് കിട്ടുമെന്നാ പറഞ്ഞിരിക്കണം. അതെ, അതിന്റെ പൈപ്പ് ലൈനാണ് ഇത് വലിച്ചു വെച്ചിരിക്കണം. കണ്ട? അതെ. അല്ലല്ലേ, മേളിലൊക്കെ കയറിയിരുന്നാണോ ഇപ്പൊ ചെയ്യണത്? ആണോ? ആണോ? നമുക്ക് ഇപ്പറേ ഒരു കസേര ഇട്ട് തരാം, ഇരുന്ന് ചെയ്യാം. ആണല്ലേ? നമുക്ക് ഈ ഗ്യാസ് കണക്ഷൻ മറ്റേ പൈപ്പ് വഴിയാക്കുമ്പോഴുണ്ടല്ലോ, ഈ ഇത് വേണ്ടെന്നാ, സ്റ്റൗ വേണ്ടെന്നാ പറഞ്ഞു. വേറെ സ്റ്റൗ മേടിച്ചു വെക്കണം. ഇത് സിലിണ്ടറിന് വേണ്ടി വേറെ വെക്കുക. എന്നിട്ട് വേറെ സ്റ്റീലിന്റെ മേടിച്ചു വെക്കണമെന്നാ പറഞ്ഞ. ഇത് സെറ്റ് അപ്പൊ ഇനി പൈപ്പ് കണക്ഷൻ ഗ്യാസിൻ്റെത് വരുമ്പോ സ്റ്റീലിന്റെ അടപ്പ് വെക്കാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓണം പ്രമാണിച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇളക്കണ്ട ഇപ്പൊ തന്നെ വന്ന് ഇളക്കുന്നത്. ശരണ്യ അവളെ അകന്നു നിന്ന് ഇളക്കണ കണ്ടപ്പോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ നമ്മ സഹായിച്ചേക്കല്ലോ. ഇത് റെഡിയാകണവരെ എനിക്കറിയാമല്ല, ശരണ്യ തന്നെ ചെയ്യണം.
കാണിച്ചില്ലെന്നുള്ള പരാതി വേണ്ട അല്ലേ? അതെ അതെ അതെ. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ചേട്ടനെ കണ്ടില്ല, ചേട്ടനെ കണ്ടില്ല. ഏതായാലും ഇത് ഇണക്കി കഴിയുമ്പോൾ ശരണ്യൊക്കെ അറിയാവുള്ളൂ, ബാക്കി ചെയ്യാൻ എനിക്കറിയാമല്ലോ. ഈ ഇളക്കി കൊടുക്കാൻ മാത്രമേ നമുക്ക് ചുമന്ന രൂപയായി വരുന്നുണ്ടോ? ആ അതെ അതെ. കണ്ടാ? അപ്പൊ ആയിട്ടുണ്ടല്ലേ? അപ്പൊ ആയിട്ടുണ്ട്. ആയിട്ടില്ല, ചൂട് മൂക്കണം. എന്നാ ഇനി ബാക്കി ശരണ്യ ചെയ്തു. ശരണ്യനെ തന്നെ തിരിച്ചേപ്പിച്ച്. കാരണം എനിക്ക് തന്നെ തരണം, അതിനറിയാൻ മേല. ഓ അപ്പൊ ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞല്ലേ, എനിക്കറിയാൻ മേല. കാണാവാ. കൂന്തൽ. കൂന്തലെങ്കിൽ കൂന്തൽ നല്ല മോതിരം പോലെ കിടപ്പുണ്ടല്ലോ. ഇതിന് മുട്ടയുണ്ട ആണല്ലേ? ആണല്ലേ? ഇതെങ്ങനെ പഠിച്ച്? ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ഈ കൂന്തൽ വെച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ മുമ്പ് ഏതാണ്ട് എൻ്റെ കൊച്ചിലേതാണ്ട് അമ്മ വെച്ച് തന്നിട്ടുള്ളതാണ്. ശരണ്യതെ ആ കൂന്തൽ അതിലിട്ടപ്പോൾ പൊട്ടാൻ തുടങ്ങി. അത് കാരണം മൂടി വെച്ച് ശരണ്യ മാറി നിൽക്കുന്നത് കണ്ടു. ദൂരെ പോയി മാറി നിൽക്കണ കണ്ട ഗ്ലാമർ പോകും. അത് കാരണം പാവം അത് മൂടി വെച്ചു നിൽക്കണ. ഇത് പൊട്ടുമെന്ന് അറിയാൻ മേലല്ലേ? പൊട്ടും. അതുപോലെ പൊട്ടണുണ്ടല്ലേ? ഏതായാലും അത് പൊട്ടിക്കഴിഞ്ഞിട്ടൊക്കെ തുറക്കാല്ലേ? പെട്ടുപോയല്ലേ? ശരിക്കും പെട്ടുപോയി ശരണ്യ. ഇനി എന്ത് ചെയ്യുമെന്ന് ആ പൊട്ട് തീരുമ്പോ ചെയ്യാൻ ശരണ്യ. ഇപ്പൊ ഇച്ചിരി പൊട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ദൂരെ മാറി നിന്ന് പൊട്ടിയാ മതി. പേടിയാണ്. ഞാൻ ഇളക്കണോ? പേടിയാണ്. വേണ്ട, കയ്യിലൊക്കെ തെറിക്കും. മാറ്. അല്ല അമ്മേനെ വിളിക്കാം. അമ്മേനെ വിളിക്കാം. മുഖത്തൊക്കെ പൊട്ടി വീണ ശരണ്യ ഒന്നാമത്തെ സമയം മോശമാണ്. പൊട്ടൊക്കെ തീർന്നല്ലേ? സവോള ഇല്ലാതെ ഇത് ചെയ്യണായിരുന്നല്ലേ? എന്നാലും ഇടക്കൊക്കെ പൊട്ടണുണ്ട്. ഇനി അല്ല, ഇതിപ്പോ എന്താണ് പ്ലാൻ? ചെയ്യാം. അതന്നെ ഇടം വരെ. ഇനി പൊട്ടിത്തെറിക്കല്ലോ മൂടി വെച്ച കാരണം. സൂക്ഷിക്കണം കേട്ടാ. അപ്പൊ നമ്മുടെ കൂന്തല് ഇത്രയൊക്കെ റെഡിയായല്ലേ? ഏകദേശം കുരുമുളക് കുടഞ്ഞാണ് കേട്ടാ ഇട്ടത്. സാറിന് സ്പൂണൊന്നും ഉപയോഗിച്ചില്ല. അപ്പൊ ഇന്ന് കുരുമുളക് മേടിക്കണം. മല്ലിപ്പൊടി 2 സ്പൂണ് ഒക്കെ ഞാൻ വേണം പറഞ്ഞു കൊടുക്കാൻ അല്ലേ? ഒക്കെ ശരണ്യ പറയേണ്ടതാണല്ലേ? അല്ലേ ശരണ്യ?
തന്നെ എപ്പോഴും മുളക് പൊടി എടുക്കുമ്പോൾ ഇച്ചിരി കുറച്ചിടണമെന്ന് എപ്പോഴും അഭിപ്രായം. മുളക് പൊടിക്ക് നിറം മാത്രമുള്ളൂ, എരിവില്ലാത്ത. പിരിയം മുളക്, കാശ്മീരി. എരിവെന്ന് പറഞ്ഞ ഒട്ടുമില്ല. അതിനാ നമ്മള് വീഡിയോക്ക് നോക്കുമ്പോ നല്ല ചുമന്ന നിറത്തിൽ നിൽക്കും. അതെ അതെ, അത് എല്ലാ കറികൾക്കും അങ്ങനെയാണ്. അപ്പൊ ഇനി ഇളക്കി കൊടുക്കുക. ആദ്യം പിന്നെയും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര പൊട്ടാണല്ലോ. തന്നെ സൂക്ഷിക്കണം. മുളക് പൊടി വരെ ഇട്ടതാണ്, തെറിച്ചെന്നാ കണ്ണി വീണ. ഞാൻ ഇളക്കാം. എന്നാ ഇത് വീഡിയോ പിടി, ഞാൻ നന്നായിട്ട് ഇളക്കാം. ബാ 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 പിടിച്ചേ. മതി ഇളക്കിയത്. കാരണം ശരണ്യ ഇളക്കിയെന്നാലേ അപ്പൊ തെറിച്ചാലേ. ഞാനാകുമ്പോ പെട്ടെന്ന് മാറിക്കോ. മസാലപ്പൊടിയും കൂടെ, ഗരം മസാല. ആ മസാല ഇങ്ങോട്ട് തന്നെ ഇച്ചിരി ഇടാവുള്ള. എന്നത്തിനെടുത്തിടണം, എല്ലാം ആളെടുത്ത് കൊടുക്കണം. എന്തോരം വേണമെന്ന് ശരണ്യ പറഞ്ഞു. കുറച്ച് മതി, അത്രയൊന്നും വേണ്ട. മതി. അതെയല്ല ഉറപ്പാണല്ലോ. അപ്പൊ അതെ ഗരം മസാലപ്പൊടി ഇട്ട്. കാരണം ശരണ്യ ഇങ്ങനെ നിൽക്കുമ്പോഴേ തെറിച്ച് ഡയറക്റ്റ് കണ്ണി വീഴും. അതുകൊണ്ടാണ് ഞാൻ ഇളക്കാന്ന് പറഞ്ഞത്. കണ്ട ഒഴിക്കും. അപ്പോൾ എണ്ണ ശരണ്യ ഒഴിച്ചു. എണ്ണ ശരണ്യ. ഓ തുറയുന്നില്ല. കാരണം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കൂടിപ്പോയി, അല്ലെ കുറഞ്ഞു പോയെന്ന് പറയരുത്. തീ ഓഫാക്കിയിട്ടുണ്ട്, ഇളക്ക്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മുടെ കൂന്തല് ഏകദേശം റെഡിയായല്ലേ? വേണ്ട, നമുക്ക് ഇങ്ങനെയല്ലേ. ആണോ? എങ്ങനെയാണ് എനിക്കറിയാൻ മേലെ. ഇത് ഇത് മതി ശരണ്യ, ഇത് കുഴപ്പമില്ല, ഇത് മതി. അമ്മക്കും ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ഫ്രൈ ആയിട്ടിരിക്കട്ടെ. അപ്പൊ ശരണ്യ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണം. കാരണം ഞാനിപ്പോൾ കഴിക്കുന്നില്ല, നമുക്കൊന്നിച്ച് ഇരുന്ന് കഴിക്കാം. ആദ്യം ശരണ്യ ടേസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരിക. ഗ്യാസ് എടുത്തില്ല. അതേ കണ്ട, അമ്മ ഓർമ്മിപ്പിച്ച്. അങ്ങനെ ശരണ്യ കൂന്തല് റോസ്റ്റ്. ശരണ്യ സ്പെഷ്യൽ അല്ലേ? കൂന്തൽ റോസ്റ്റ്. അപ്പൊ ഇനി കഴിച്ചു കാണിക്കാം അല്ലേ? എങ്ങനെയുണ്ടമ്മ? സൂപ്പർ. ഉപ്പാണ്, ഉപ്പിട്ടാണ് ഇപ്പൊ ചോറ് തിന്നണത്. അപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. കണ്ട ശരണ്യ ഒന്ന് കാണിച്ചു കൊടുത്തതേ നമ്മുടെ കൂന്തല്. ശരണ്യ വേറൊരു പാത്രത്തിലാട്ടൊക്കെ മാറ്റി, പിന്നെ മെഴുക്ക് പുരട്ടി നമ്മുടെ മത്തി മുളകിലാണല്ലേ വെച്ച. അപ്പൊ പിന്നെ മീൻ വറുത്തത്. അങ്ങനെ അതെ അമ്മ കഴിച്ചു തുടങ്ങി. അച്ഛൻ എന്താണൊന്നും മിണ്ടാത്തത്? പറയാത്തത്. അതെ അതെ. ശരണ്യ ഒന്ന് കഴിച്ചു നോക്കിക്കേ. ഒന്ന് ശരണ്യ മീൻ വറുത്ത് എടുക്കണം. ഇച്ചിരി കോവയ്ക്ക മെഴുക്ക്, നാരങ്ങ അച്ചാറ്, പിന്നെ ഒരു കഷ്ണം ഇത്.
ആ അതിങ്ങനെ എല്ലാം കൂടെ ആ കൊതി വന്നതല്ലേ? ആ അതെ 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 ഷിജുനും കൊതി വന്നെന്നാ അല്ല, നമ്മുടെ വീഡിയോ കാണാൻ ചേച്ചി എല്ലാവർക്കും ആ എന്നിട്ട് കഴിക്കണം അല്ലേ? എന്നാണമ്മ? എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കഴിക്കണം. ഓ നിങ്ങളെ വന്ന ഉറപ്പായിട്ട് വെച്ചേക്കും അല്ലേ? വെച്ചേക്കും. ആ അടിപൊളിയാ. അടിപൊളിയാ. നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച സാധനം കൂന്തലാണ്. കൂന്തൽ അടിപൊളി. അച്ഛന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛൻ്റെ തലകുലുക്ക് കാണുമ്പോൾ അറിയാം അച്ഛന് ഇഷ്ടപ്പെട്ടു. ഒരു കുഴപ്പമുണ്ട്, ആ ചവയ്ക്കാൻ ഇച്ചിരി പാടാണ്. ആ ഇതെപ്പോഴും ചവച്ചെന്നാലും ബബിൾക്കം പോലെയൊക്കെ ഇരിക്കുന്നു തോന്നുന്നു അല്ലേ? അങ്ങനെയൊക്കെ അതങ്ങനെയാണ് എങ്ങനെ വെച്ചാലും. അപ്പം ഇനി ഞാൻ കൂടി ഇരുന്നാൽ മതി. എൻ്റെക്കും ചോറ് വിളമ്പി വെച്ചിരിക്കുകയാണ്. അപ്പം സൂപ്പർ കൂന്തല. അപ്പൊ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ, ഞാൻ ചെയ്ത പോലെ. അതെ അതെ അങ്ങനെ ഇന്ന് അത് കാരണം നമുക്ക് നേരത്തെ ഉച്ചഭക്ഷണമായി അല്ലേ? എന്തോ ഇന്നത്തെ ഇത് കണ്ട ഇത് മത്തി മത്തിയല്ലേ? അടിപൊളി മത്തി. ആ ഞാൻ ചില ഷാപ്പിലും ഹോട്ടലിലും വെക്കണതിലേക്ക് സൂപ്പറായിട്ടാണ് മത്തി വെച്ചിരിക്കുന്നത്. മത്തിക്കറി വെച്ച ഞാൻ മത്തി തന്നെ. ആ മത്തിക്കറി അമ്മയാണ്. അമ്മ വെച്ച് ഞാൻ കോവയ്ക്കാൻ മെഴുക്കോട്ടിയും മീനും വറുത്തോളും. അതെ എനിക്ക് മീൻ വറുത്തുണ്ടെങ്കിൽ മീൻ കറി വേണ്ട. ആ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി. നമ്മുടെ തൈര് കൂടിയുണ്ട് ഈ കൂടെ അല്ലേ? ആ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ? സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയായി അല്ലേ? അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളു. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അല്ലേ? അപ്പം ഞങ്ങൾ ഇതിനേലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ അതെ അതെ വരുന്നതാണ്. അതെ ടാറ്റാ. ടാറ്റാ.